COP5E നമ്മുടെ കോഡ് ബ്ലൂ ടീം ഇറങ്ങി ഓടിയല്ലോ ഇതിൻ്റെ ഇടയ്ക്കില്ലേ? കാരണം അവർക്കെല്ലാം ഗ്രേപ്സിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള അലേർട്ട് എത്തിയിട്ടുണ്ട് കോഡ് ബ്ലൂയോടെ ഇനിഷ്യലൈസ് ചെയ്തപ്പോൾ. എത്ര പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കുന്നു എന്നുള്ളത് ഗ്രേപ്സിൽ റെക്കോർഡഡ് ആണ്. നമ്മുടെ ഒരു നേഴ്സസ് കോളിംഗ് സിസ്റ്റത്തിൽ നേഴ്സസിനെ കോൾ ചെയ്ത് നേഴ്സ് അവിടെ എത്തി പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്ത സമയം ആ പേഷ്യൻറ്റിൻ്റെ സൈഡിലെ QR കോഡ് BSAയിൽ റീഡ് ചെയ്യുമ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കോഡ് ബ്ലൂ ആണോ എന്നൊരു ചോദ്യം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പേഷ്യൻ്റെ ഫയൽ കാണാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസ്പോൺസ് എത്ര പെട്ടെന്നാണ് എന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തൊട്ടും വേണ്ട ഒബ്ജക്റ്റീവ് എലമെൻറ്റിലെ റെക്കോർഡിംഗ് നമ്മളെ സഹായിക്കും. ഇത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഡിലേകൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നറിഞ്ഞാലാണ് നമുക്കതിനെ പരിഹരിച്ചുകൊണ്ട് പേഷ്യൻ്റ് ആവശ്യമായ റെസ്പോൺസ് ഏറ്റവും വേണ്ടുന്ന സമയത്ത് കൃത്യതയോടെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. അതൊരു ഡിഫൈൻഡ് ടൈം ഫ്രെയിമിൽ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വേരിയേഷൻസിനെ ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി നമുക്കുണ്ടാവണം. അതിനകത്ത് മിനിമം ഒരു ഫിസിഷ്യനോ കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു അനസ്തേഷ്യോളജിസ്റ്റോ ഒരു കോഡ് ബ്ലൂ ടീം മെമ്പറോ ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു ടീം ഉണ്ടാവണം. ആ കമ്മിറ്റി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഒരു CPR ഇനിഷ്യേഷൻ സംഭവിക്കുന്ന ടൈം ഫ്രെയിമിനെയും അതിൻ്റെ മൊത്തം ഒരു പ്രൊസീജിയർ ഹാൻഡിൽ ചെയ്ത രീതിയെയും അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് വെച്ചിട്ട് അതിൻ്റെ ഓവറോൾ കോർഡിനേഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഡിഫൈൻഡ് ടൈം ഫ്രെയിമിൽ ഈ ഒരു പ്രൊസീജിയറിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ആക്ഷൻസ് നമുക്ക് വേണമെന്ന് തീരുമാനിക്കാനും ഉപകരിക്കപ്പെടും. COP5E, a multidisciplinary committee, does a post-event analytics for CPR.